പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ ബഹിരാകാശ യാത്ര നടത്തിയത് രാകേഷ് ശർമ്മയാണെന്ന് പ്രേക്ഷകർക്കറിയാം, ഇന്ത്യയിൽ നിന്ന്. എന്നാൽ 41 വർഷത്തിനു ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനായി ശുഭാംശു ശുക്ല. ആക്സിയം 4 ദൗത്യത്തിലൂടെ ശുഭാംശു ശുക്ലയും സംഘവും ബഹിരാകാശ നിലയത്തിലെത്തി. വൈകിട്ട് 5:45 പേടകം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ഡോക്കിംഗ് പൂർത്തിയാക്കി. സാങ്കേതിക തകരാർ മൂലം പലതവണ മാറ്റിവെച്ച ദൗത്യമാണ് ഇന്ന് വിജയകരമായി പൂർത്തിയാക്കിയത്. ആതിര ജെയിനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആതിര ജെയിൻ, ഗുഡ് ഈവനിങ്. അങ്ങനെ ശുഭാംശു ശുക്ലയും സംഘവും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ബഹിരാകാശ നിലയത്തിലെത്തി. വാതിൽ അവർക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. ഇനി 14 ദിവസം അവർ അവിടെ ഉണ്ടാവും. എങ്ങനെയുണ്ടായിരുന്നു യാത്രാവിശേഷങ്ങൾ? അരുൺകുമാർ, ഇന്ത്യയെ സംബന്ധിച്ച് ചരിത്ര ദിനമാണ്, അഭിമാന ദിവസമാണ്, അഭിമാന നിമിഷങ്ങളാണ് കടന്നുപോയത്. ചരിത്രത്തിലാദ്യമായി ഒരു ഇന്ത്യക്കാരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയിരിക്കുന്ന ദിവസമാണെന്ന് ഇന്ത്യയുടെ അഭിമാനമായ ശുഭാംശു ശുക്ല മാറിയ ദിവസമാണ്. ശുഭാംശു ശുക്ലയും സംഘവും ഇന്ത്യൻ സമയം 6 മണിയോടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. നിശ്ചയിച്ചതിലും നേരത്തെ അരമണിക്കൂർ നേരത്തെ ഡോക്കിംഗ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. 4:30 തന്നെ പേടകവും ഡ്രാഗൺ പേടകവും ബഹിരാകാശ നിലയവും കൂടിച്ചേർന്ന നടപടികൾക്ക് തുടക്കമായി. ഇരു പേടകങ്ങളിലെയും മർദ്ദം ഉൾപ്പെടെയുള്ള പ്രവൃത്തിക്ക് ശേഷം 2 മണിക്കൂർ നീണ്ടുവന്ന നടപടിക്രമങ്ങൾ. അതിനുശേഷം 6 മണിയോടെയാണ് പേടകത്തിൽ നിന്നും സംഘാംഗങ്ങൾ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിച്ചത്. ബഹിരാകാശ നിലയത്തിലുണ്ടായിരുന്ന 7 സഞ്ചാരികളും ഈ സംഘാംഗങ്ങളെ സ്വീകരിക്കുന്ന ദൃശ്യം, ശുഭാംശു ഉൾപ്പെടെയുള്ളവരെ സ്വീകരിക്കുന്ന ദൃശ്യം നാം തത്സമയം കണ്ടു. ലോകം തത്സമയം കണ്ടതാണ്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി ശുഭാംശു ശുക്ല മാറിക്കഴിഞ്ഞു. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന നേട്ടവും ശുഭാംശു സ്വന്തമാക്കി. ഇന്ത്യയുടെ അഭിമാനമായി മാറി. മുതിർന്ന US ബഹിരാകാശ സഞ്ചാരി പെഗി വിറ്റ്സൺ, പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസ്നാൻസ് വിസ്നുസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാബു എന്നിവരാണ് ആക്സിയം 4 ദൗത്യത്തിലുള്ള മറ്റ് സംഘാംഗങ്ങൾ. അതിൽ ആദ്യ പ്രതികരണം നാം കണ്ടതാണ്. ഇവിടെ എത്തിയതിൽ സന്തോഷമെന്നായിരുന്നു കമാൻഡർ പെഗി വിറ്റ്സന്റെ ആദ്യ പ്രതികരണം. തലയ്ക്ക് അല്പം ഭാരം അനുഭവപ്പെടുന്നു, പക്ഷെ 2 ആഴ്ചയ്ക്കുള്ളിൽ ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു ശുഭാംശുവിന്റെ പ്രതികരണം. അവർ വളരെ സന്തോഷത്തോടെ, നീണ്ട യാത്രയ്ക്ക് ശേഷം എത്തിയതെങ്കിലും വളരെ സന്തോഷത്തോടെയുള്ള അവരുടെ ദൃശ്യങ്ങൾ നാം കണ്ടു. ഈ 14 ദിവസമാണ് ഈ സംഘം ബഹിരാകാശ നിലയത്തിൽ ഉണ്ടാകുന്നത്. 60 പരീക്ഷണങ്ങളാണ് ദൗത്യസംഘം നടത്തുക. ഇന്ത്യയുടെ ശുഭാംശു ശുക്ല 7 പരീക്ഷണങ്ങൾ നടത്തും. ആരോഗ്യം, ഭൗതിക ശാസ്ത്രം, സസ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളിലാണ് പരീക്ഷണങ്ങൾ നടത്തുക. അതായത് മസിൽ റീജനറേഷൻ, മൈക്രോ ആൽഗെ പരീക്ഷണം, വിത്തുകളുടെ മാറ്റങ്ങൾ, വിളകൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ 7 പരീക്ഷണങ്ങൾ. ഇന്നലെ 12:01 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും ഫാൽക്കൺ 9 റോക്കറ്റ് ദൗത്യ സംഘാംഗങ്ങളുമായി വിക്ഷേപിച്ചത്. എന്തായാലും പലതവണ സാങ്കേതിക തടസ്സം കാരണം മാറ്റിവെച്ചൊരു ദൗത്യമാണ് ഇന്ന് വിജയകരമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നേട്ടമാണ്, അഭിമാന നേട്ടമാണ്. കാരണം ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ലക്ഷ്യമിടുന്ന പല പദ്ധതികളുണ്ട്. ഗഗൻയാൻ ഉൾപ്പെടെയുള്ള ദൗത്യങ്ങൾക്ക് ഇത് വളരെ സഹായകമാണ്. മനുഷ്യനെ 2 വർഷത്തിനകം ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാൻ പദ്ധതി നടപ്പാക്കുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ടത് ശുഭാംശു ശുക്ല തന്നെ ഗഗൻയാൻ പദ്ധതിയുടെ കമാൻഡറാണ്. അങ്ങനെ നോക്കുമ്പോൾ സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ളൊരു ലക്ഷ്യം ഇന്ത്യക്കുണ്ട്. 2035 അന്തരീക്ഷ ഭാരതത്തിന് സ്വന്തമായിട്ടൊരു സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കണം എന്നൊരു ലക്ഷ്യം ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്. അതുപോലെ 2047 മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട്. ഇന്ത്യയുടെ ബഹിരാകാശ രംഗത്ത് തുടർന്നുള്ള സ്വപ്നങ്ങൾക്ക്, തുടർന്നുള്ള മുന്നോട്ടുള്ള നടപടികൾക്ക്, ഭാവി പദ്ധതികൾക്കൊക്കെ ചരിത്ര നേട്ടമാകുന്ന, മുതൽക്കൂട്ടാകുന്ന ഒരു ചുവടുവെപ്പ് കൂടിയാണ് ഇന്ന് ശുഭാംശു ശുക്ലയുടെ ഈ ബഹിരാകാശ നിലയത്തിലെത്തിയ ചുവടുവെപ്പോടുകൂടി, നേട്ടത്തോടുകൂടി ഉണ്ടായിരിക്കുന്നത്. താങ്ക് യു. അതിനായാണ് വളരെ ഡീറ്റെയിൽ ആയി കാര്യങ്ങൾ വിശദീകരിച്ചത്.